മാനസിക പ്രശ്നമുള്ളവരെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1970 കാലഘട്ടത്തിൽ വിജനമായ ഒരു മലമുകളിൽ പണി കഴിപ്പിച്ച മെന്റൽ ഹോസ്പിറ്റൽ. ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നുവെന്ന് ക്ഷണം കിട്ടി കുറച്ച് പേരെത്തുകയാണ്. ഓരോരുത്തരും ഓരോ നിലയിൽ പ്രഗത്ഭരായിട്ടുള്ളവർ. എന്നാൽ ഇവരെല്ലാവരും അവിടേക്ക് എത്തുന്ന സമയത്ത് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇവന്റ് മാനേജറും ഉണ്ടായിരുന്നു. മാനേജർ ആണെങ്കിലോ ഒരു എൻവലപ്പ് കയ്യിലെടുത്തിട്ട് അതിൽ നിന്നും ഓരോ കാർഡുകളായിട്ട് എടുത്ത് വായിക്കുവാനായും തുടങ്ങി. ആ കാർഡിലുള്ള പേരുകളെല്ലാം ഈ വന്നിരിക്കുന്നവർ കാരണം മരണപ്പെട്ടു പോയവരുടെ പേരാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവരൊക്കെ മരണപ്പെട്ടതെന്നും വന്നിരിക്കുന്നവരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തുവെന്നും ആ ഒരു എൻവലപ്പിലുണ്ടായിരുന്നു. മാത്രമല്ല അവസാനം ഒരു ലെറ്റർ ഉണ്ട്. അതിലെഴുതിയിരുന്നത്, നിങ്ങളൊക്കെ ഒരു തെറ്റ് ചെയ്തിട്ട് കാശ് കൊടുത്ത ആ ഒരു തെറ്റെല്ലാം നിങ്ങൾ അങ്ങ് ഒതുക്കി തീർത്തു. പക്ഷേ നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങളുടെ അവസാന രാത്രിയാണ്. ഗുഡ് നൈറ്റ് എന്നായിരുന്നു ആ ഒരു ലെറ്ററിലുണ്ടായിരുന്നതും. അവരുടെ ജീവിതത്തിൽ പിന്നീട് എന്തൊക്കെ സംഭവിച്ചു കാണും? അന്നൊരു രാത്രി അവരുടെ ജീവിതം മാറ്റിമറിച്ചോ? ആരായിരിക്കും അവരെയൊക്കെ ഇവിടേക്ക് ക്ഷണിച്ചത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സസ്പെൻസ് ത്രില്ലർ തെലുങ്ക് സിനിമയായ വിരാജിയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് ഒന്ന് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ അർദ്ധരാത്രി ചുടുകാട്ടിലേക്ക് എത്തുന്ന ഒരാളിനെയാണ് കാണിക്കുന്നത്. അയാളുടെ മുഖമൊന്നും വ്യക്തമല്ല. അയാളാണെങ്കിലോ ഒരു ശവം കത്തിച്ചതിനടുത്തായിട്ട് വന്നു നിൽക്കുന്നു. ശവം കത്തിച്ചാൽ അയാളുടെ കൈവശം ഒരു മൺകുടം കൊടുക്കുകയാണ്. അതിനുള്ളിൽ ചാരമായിരുന്നു. അതെടുത്തു വെച്ച് പൊട്ടിക്കരയുകയാണ് അയാൾ. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് ഒരു പോലീസ് ഇൻസ്പെക്ടറിനെയാണ് കാണിക്കുന്നത്. ഇൻസ്പെക്ടറിന്റെ പേര് പ്രഭാകർ എന്നാണ്. ഇൻസ്പെക്ടറിന് പെട്ടെന്ന് തന്നെ ഒരു കോൾ വരും. ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞായിരുന്നു കോൾ ചെയ്തിരുന്നത്. അതനുസരിച്ച് ഇൻസ്പെക്ടറും അവിടേക്ക് പുറപ്പെടുന്നു. മറ്റൊരു വശത്ത് ഫോട്ടോഗ്രാഫറായ കോൺസെപ്റ്റ് രാജുവിനെ കാണിക്കുന്നു. രാജു എന്ത് ഫോട്ടോ എടുത്താലും അതിലൊരു കോൺസെപ്റ്റ് കാണും. അതിനുശേഷം സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ടുള്ള വേദ എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. വേദ പറയുന്ന കോമഡിയൊന്നും ആർക്കും അങ്ങനെ ചിരി വരില്ല. അവളുടെ അമ്മായിയമ്മയും ഭർത്താവിനെയും ഒക്കെ കോമഡി പറഞ്ഞ് ടോർച്ചർ ചെയ്യാറാണ് പതിവ്. വേദയ്ക്ക് ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ അവൾ റെഡിയായി ഇറങ്ങുന്നു. അവളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയിട്ട് ഒരു കാറും വന്നിട്ടുണ്ട്. ആ കാറിനുള്ളിലായിട്ട് വേദയെ കൂടാതെ 3 പേരുമുണ്ടായിരുന്നു. ഒന്ന് ഫോട്ടോഗ്രാഫറായ കോൺസെപ്റ്റ് രാജു, നമുക്ക് ഫോട്ടോഗ്രാഫർ എന്ന് വിളിക്കാം. രണ്ടാമത്തെ ആൾ ഒരു ഗൈനക്കോളജിസ്റ്റ്. മൂന്നാമത്തെ ആൾ ഒരു പ്രൊഡ്യൂസർ. ഇവരെല്ലാവരും ചേർന്ന് അതേ പ്രോഗ്രാമിനായിട്ടാണ് പോകുന്നതും. അങ്ങനെ നേരെ മലമുകളിലേക്കാണ് എത്തുന്നത്. അവിടെ വിജനമായൊരു സ്ഥലത്ത് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. കാറിൽ വന്നവരെല്ലാം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇവന്റ് മാനേജറും ഇറങ്ങി വരുന്നു. അങ്ങനെ അവർ അകത്തേക്ക് കടക്കുകയാണ്. അവിടെ കസേരയെല്ലാം പിറക്കി അടുക്കി ഒതുക്കിയിട്ടിരിക്കുന്നു. അവിടെ ഒരു സ്വാമിയും ഇരിക്കുന്നുണ്ട്. സ്വാമിയെ കണ്ടതും പ്രൊഡ്യൂസർ പോയി അനുഗ്രഹമൊക്കെ വാങ്ങുന്നു. ഈ പ്രൊഡ്യൂസറിന്റെ ഒരുപാട് സിനിമകളൊക്കെ പൊട്ടി പോവുകയാണ്. ആ ഒരു സങ്കടമെല്ലാം സ്വാമിയോട് പറയുമ്പോഴോ ഇനിയുള്ള സിനിമയൊക്കെ വിജയിക്കും എന്നായിരുന്നു സ്വാമിയുടെ മറുപടിയും. പോലീസ് ഉദ്യോഗസ്ഥനും അവിടേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രഭാകർ അവിടെ വന്ന് ആ ഒരു ബിൽഡിംഗ് മുഴുവൻ ലൈറ്റ് അടിച്ച് സെർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിലോ കണക്ഷൻ കൊടുക്കുവാനായി നോക്കുന്ന സമയത്ത് ഒരു പ്ലഗും വർക്കാവുന്നതേയില്ല. ഇവന്റ് മാനേജറിനെ വിളിച്ചിട്ട് വഴക്ക് പറയും. ഇതെന്ത് ബിൽഡിങ്ങാ, ഇവിടെ വെച്ചാണ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത്, ഒരു പ്ലഗ് പോലും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. അതിനുശേഷം ആ ഒരു ബിൽഡിംഗ് ഒക്കെ പോയി പരിശോധിച്ച് നോക്കുകയാണ് ഫോട്ടോഗ്രാഫർ. എന്നാൽ ഈ ഒരു ഗൈനക്കോളജിസ്റ്റ് വേറെ എന്തോ ആവശ്യത്തിനാണ് അവിടെ വന്നിരിക്കുന്നത്. ആ ഒരു കാര്യം ഇവന്റ് മാനേജറിനോട് പറയുമ്പോഴോ ഈ ഒരു പ്രോഗ്രാം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്ക് ആ കാര്യമൊക്കെ നോക്കാമെന്നായിരുന്നു ഇവന്റ് മാനേജറിന്റെ മറുപടിയും. ഈ ഒരു പ്രോഗ്രാമിൽ സ്റ്റാൻഡപ്പ് കോമഡി പറയുവാൻ വേണ്ടിയിട്ടാണ് വേദയും എത്തിയിരിക്കുന്നത്. എന്നാൽ ഫോട്ടോഗ്രാഫറിന് ഈ ഒരു സ്ഥലമൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ വശപ്പിച്ചൊക്കെ തോന്നുന്നു. തുണിയിട്ട് മൂടിയതുപോലെ എന്തോ ഒരു രൂപം കാണുകയാണ്. ചെന്ന് നോക്കുമ്പോഴോ ഒരു ബൊമ്മയുടെ തലയിലായിരുന്നു തുണി മൂടിയിരുന്നത്. അത് കണ്ടൊന്ന് പേടിച്ച് നിൽക്കുകയായിരുന്നു രാജു. അതേസമയം അവിടെ എന്തോ ഒരു ലൈറ്റ് കാണും. രാജു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് രാജുവിന്റെ പിന്നിലൂടെ ഒരാൾ വന്ന് തട്ടി വിളിക്കും. രാജു ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോഴോ അതൊരു ഭാര്യയും ഭർത്താവുമായിരുന്നു. പേര് രമണ, കീർത്തി. ഇവർ രണ്ടുപേരും ഹണിമൂണിനായിട്ട് വന്നതാണ്. ഡോക്ടറും വേദയും അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്ത് വാർഡ് എ, വാർഡ് ബി എന്നൊക്കെയുള്ള ബോർഡൊക്കെ കാണുന്നു. അതേസമയം പ്രോഗ്രാമും ആരംഭിക്കുകയാണ്. ഇവന്റ് മാനേജർ അനൗൺസ് ചെയ്യുന്നു. എല്ലാവരും പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായും എത്തിയിരിക്കുകയാണ്. ഇവന്റ് മാനേജറിന്റെ കൈവശം ഒരു എൻവലപ്പ് ഉണ്ട്. അതിൽ നിന്നും ഓരോ കാർഡുകളായിട്ട് ഇവന്റ് മാനേജർ പുറത്തെടുക്കുന്നു. അതിലൊക്കെ ഒരുപാട് പേരുടെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇവന്റ് മാനേജർ പറയുന്നു, ഈ പേരിലുള്ളവരെല്ലാം ഇപ്പോൾ ജീവനോട് കൂടിയില്ല. അവരെല്ലാവരും മരണപ്പെടുവാനായിട്ട് കാരണം നിങ്ങളാണെന്ന് പറയുന്നു. അത് കേട്ട് അവിടെ കൂടിയ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്.
പ്രൊഡ്യൂസർ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ഭാർഗവി എന്ന പെണ്ണിനെ നശിപ്പിച്ചു. അവൾ ആത്മഹത്യ ചെയ്തു. സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ടുള്ള വേദ ചതിച്ചത് കൊണ്ട് തന്നെ സെൽവി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഫോട്ടോഗ്രാഫർ ആണെങ്കിലോ ഒരു കേസിൽ കള്ളമൊഴി കൊടുത്തത് കൊണ്ട് തന്നെ സന്ധ്യ എന്ന പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തു. പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ സാഗർ എന്ന പയ്യനെ സ്റ്റേഷനിലിട്ട് അടിച്ചു കൊന്നതിന് ശേഷം അവൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്തു. മാത്രമല്ല, സ്വാമി സ്വന്തം സഹോദരനായിട്ടുള്ള മോഹനെ ചതിച്ചു കൊന്നതിന് ശേഷം സ്വത്തെല്ലാം തട്ടിയെടുത്തു. ഡോക്ടർ കൃത്യസമയത്ത് സർജറി ചെയ്യാത്തത് കൊണ്ട് തന്നെ സീത എന്ന പെൺകുട്ടി മരണപ്പെട്ടു. ഹസ്ബൻഡും വൈഫും ചെയ്ത തെറ്റ് അവർ മദ്യപിച്ച് വണ്ടിയോടിച്ചത് കൊണ്ട് തന്നെ ഷൺമുഖ, ചന്ദ്ര എന്നീ പേരുള്ള 2 സ്കൂൾ കുട്ടികൾ അവരുടെ കാറിടിച്ച് മരണപ്പെട്ടു പോയി. മാത്രവുമല്ല, അടുത്ത കാർഡ് എടുത്ത സമയത്ത് ഇവന്റ് മാനേജർ നന്നായിട്ട് നിന്ന് വിറയ്ക്കുന്നുണ്ട്. അത് കാണുന്ന സ്വാമി ആ ഒരു കാർഡ് വാങ്ങിച്ച് വായിക്കുന്നതിൽ ഇവന്റ് മാനേജർക്കുള്ള ചെക്കായിരുന്നു അത്. ഇവന്റ് മാനേജർ ചെയ്ത തെറ്റ് ഒരു ഹോട്ടലിലുള്ള സ്ത്രീകളുടെയൊക്കെ നഗ്ന വീഡിയോ പകർത്തുകയുണ്ടായി. അതിൽ മനംനൊന്ത് സുരേഖ എന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇതെല്ലാം അറിയുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണല്ലോ. ഇതെങ്ങനെയാ നീ അറിഞ്ഞത്? നീയും ഇതിന്റെ പിന്നിലല്ലെന്ന് ചോദിച്ച് എല്ലാവരും മാനേജറിനെ വഴക്ക് പറയുമ്പോൾ മാനേജർ പറയുന്നത്, എനിക്കറിയത്തില്ല, എനിക്കൊരാഴ്ച മുമ്പാണ് ഒരു മെയിൽ വന്നത്. അതിലെഴുതിയിരുന്നത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിലെ ഇവന്റ് എല്ലാം കോർഡിനേറ്റ് ചെയ്യണം, മാത്രമല്ല ഒരു എൻവലപ്പ് ഉണ്ട്, അതിലെ കാര്യങ്ങളെല്ലാം വായിക്കണമെന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. എനിക്ക് ആവശ്യമുള്ള കാശും തരാമെന്ന് പറഞ്ഞിരുന്നു. അതാ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലെത്തിയത്, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല എന്നും ഇവന്റ് മാനേജർ പറയുന്നു. മാത്രമല്ല, ആ ഒരു എൻവലപ്പില് ലാസ്റ്റായിട്ടൊരു കാർഡും ഉണ്ടായിരുന്നു. അതിലെഴുതിയിരുന്നത്, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളുടെ കൈവശമുള്ള കാശ് ഉപയോഗിച്ച് നിങ്ങൾ ആ തെറ്റെല്ലാം തിരുത്തും. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടണ്ടേ? ഇത് നിങ്ങളുടെ അവസാന രാത്രിയാണ്, ഗുഡ് നൈറ്റ് എന്നായിരുന്നു ആ ഒരു കാർഡ് അവസാനിക്കുന്നതും. അതെല്ലാം വായിച്ച് എല്ലാവരും പേടിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു ഡോക്ടർ ഒരു കാര്യം പറയുന്നത്. ഇത് ഇവന്റ് നടക്കുന്ന സ്ഥലമൊന്നുമല്ല, ഇതൊരു മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മാനസിക പ്രശ്നമുള്ളവരെയൊക്കെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് മലമുകളിൽ തയ്യാറാക്കിയൊരു ഹോസ്പിറ്റലായിരുന്നു ഇത്. ഇവിടെയുള്ളവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1970 കാലഘട്ടത്തിൽ റഷ്യയിൽ നിന്നൊരാൾ വരികയുണ്ടായി. അയാൾ വന്നിട്ട് പറഞ്ഞത് ഇവിടെയുള്ള എല്ലാവർക്കും പ്രേതബാധ ഏറ്റതാണ് എന്നതായിരുന്നു. അത് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ആരംഭിച്ചു. എന്നാൽ അതൊന്നും അവിടെ ഉണ്ടായിരുന്നവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. റഷ്യയിൽ നിന്ന് വന്നവരുടെ ടോർച്ചർ താങ്ങാനാകാതെ അവിടെ ഉണ്ടായിരുന്ന ഓരോ രോഗികളായിട്ടും മരണപ്പെടുവാനായും തുടങ്ങി. ആ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് വഴി ഒരു ന്യൂസ് റിപ്പോർട്ടർ അറിയിക്കുകയുണ്ടായി. ന്യൂസ് റിപ്പോർട്ടർ ആണെങ്കിലോ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടി സർക്കാരിന്റെ ചെവിയിലെത്തുകയും ആ ഒരു മെന്റൽ ഹോസ്പിറ്റൽ അടച്ചു പൂട്ടുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ആ ഒരു ഡോക്ടർ പറയും. അതേ സമയത്തായിരുന്നു പുറത്തേക്ക് പോയ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അകത്തേക്ക് വന്നിട്ട്, നമ്മൾ വന്ന കാറും കാണാനില്ല, ഭാര്യയും ഭർത്താവും വന്നിട്ടുള്ള കാറും കാണാനില്ല, നമ്മളെ ആരോ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്തതാണെന്നും ഫോട്ടോഗ്രാഫർ പറയുന്നു. അത് കേട്ട് പോലീസ് ഇൻസ്പെക്ടർ പറയുന്നത്, ഇനി ഇങ്ങനെ ഇവിടെ പേടിച്ചു നിന്നാൽ ശരിയാകില്ല, ഞാൻ പോവുക, എന്നോടൊപ്പം വരുന്നവർ വായെന്ന് പറഞ്ഞിട്ട് പോലീസ് ഇൻസ്പെക്ടർ അവിടെ നിന്ന് നടക്കുവാനും തുടങ്ങി. പോലീസ് ഉദ്യോഗസ്ഥനോടൊപ്പം പോകുന്നതാണ് സേഫ് എന്ന് ചിന്തിച്ച് ഫോട്ടോഗ്രാഫറും പ്രൊഡ്യൂസറും പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം പോകും. കുറെ ദൂരം നടന്നു കഴിഞ്ഞതും പ്രൊഡ്യൂസറിന് യൂറിൻ പാസ് ചെയ്യണമെന്ന ആവശ്യം പറയുന്നു. അങ്ങനെ പ്രൊഡ്യൂസർ അടുത്തുള്ള ചെറിയൊരു കാട്ടിലേക്ക് കടക്കുകയാണ്. പ്രൊഡ്യൂസറിനെ വെയിറ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫറും പോലീസ് ഇൻസ്പെക്ടറും അവിടെ ഇരിക്കും. എന്നാൽ കുറെ നേരം കഴിഞ്ഞതും പ്രൊഡ്യൂസറിനെ കാണുന്നതേയില്ല. എന്താണെന്നറിയുവാൻ വേണ്ടിയിട്ട് അവർ ചെന്ന് നോക്കുമ്പോഴോ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പ്രൊഡ്യൂസറിനെയാണ് കണ്ടത്. ആരോ പ്രൊഡ്യൂസറിനെ കൊന്നിരുന്നു. ഇവിടെ ആരോ ഉണ്ട്, ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് ഫോട്ടോഗ്രാഫർ പറയുന്ന സമയത്താണ് അവരുടെ പിന്നിലായിട്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആകുന്നതും. അവരെ ഫോളോ ചെയ്ത് ഒരു കാർ നിൽക്കുന്നുണ്ട്. രണ്ടുപേരും അലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി. ഇവന്റ് നടക്കുന്ന സ്ഥലമില്ലേ ആ ഒരു മെന്റൽ ഹോസ്പിറ്റൽ, അവിടേക്ക് ഒരു കാർ വരികയാണ്. കാറിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അയാൾ നേരെ വന്ന് അവിടുത്തെ വാതിലിൽ മുട്ടുകയാണ്. മാനേജർ വന്ന് കതക് തുറക്കും. പച്ചയും നീലയും കൊണ്ട് മുടിയൊക്കെ കളർ ചെയ്ത ആളായിരുന്നു ഈ ആന്റി. ആന്റി വന്നിരിക്കുന്നത് ജയ എന്നൊരു ഡ്രഗ് ഡീലർ പറഞ്ഞിട്ടാണ്, ഡ്രഗ്സിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതും. ആന്റിയെ അകത്തേക്ക് ക്ഷണിക്കുന്ന മാനേജർ ആന്റിയുടെ കൈവശം ആ ഒരു എൻവലപ്പ് കൊടുക്കുന്നു. അതിൽ 10ാമത്തെ പേര് ആന്റിയുടേതായിരുന്നു. ആന്റി ചെയ്ത തെറ്റെന്തെന്നാൽ ആന്റിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കൊലപ്പെടുത്തി. MLAയുടെ മകനായതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ നിന്നും ഈസി ആയിട്ട് രക്ഷപ്പെട്ടു. ഇതെല്ലാം വായിച്ച് ആന്റി ഞെട്ടി നിൽക്കുകയാണ്. അവിടെ നടക്കുന്ന കാര്യമെല്ലാം ഏകദേശം ആന്റിക്ക് മനസ്സിലായി. അതേ സമയത്തായിരുന്നു പോലീസ് ഇൻസ്പെക്ടറിനെ കാണിക്കുന്നതും. പോലീസ് ഇൻസ്പെക്ടറിനെയും ഫോട്ടോഗ്രാഫറിനെയും ആരോ വണ്ടിയിടിച്ച് തെറിപ്പിച്ചിരുന്നു. പോലീസ് ഇൻസ്പെക്ടറിന് ബോധം വന്നിരിക്കുകയാണ്.
കൂടെയുള്ള ഫോട്ടോഗ്രാഫറിനെ അന്വേഷിച്ച് പോകുമ്പോഴോ ആരോ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്ന ഫോട്ടോഗ്രാഫറിനെയാണ് കണ്ടത്. അത് കണ്ട് പേടിച്ച് പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ നേരെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്കും പോകും. അതേസമയം പോലീസ് ഇൻസ്പെക്ടറിന്റെ തോക്കും നഷ്ടമായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ അകത്തേക്ക് വന്നിട്ട് നടന്ന കാര്യമെല്ലാം അവരോട് തുറന്നു പറയുന്നു. തന്റെ കൂടെ വന്ന രണ്ടുപേരും മരണപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസ് ഇൻസ്പെക്ടർ നിലവിളിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ആന്റി കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് കൂളായിട്ട് പറയുന്നു. മാത്രമല്ല മദ്യപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആന്റിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യണം. ഡോക്ടറിന്റെ കൈവശം ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് ഒരു സിറിഞ്ചും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയും. മാത്രമല്ല ആ ഒരു സ്വാമി പറയുന്നുണ്ട്, നിനക്ക് എപ്പോഴും ഈ ഒരു ഡ്രഗ്സിന്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അതിനെക്കുറിച്ച് ചിന്തിക്കെന്നും ആ ഒരു സ്വാമി പറയുന്നു. എന്നിട്ട് സ്വാമിയാണെങ്കിൽ പുറത്തേക്ക് വന്ന് നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫില്ലേ, അതിൽ കീർത്തി എന്ന പെൺകുട്ടിക്ക് എന്തൊക്കെയോ സംശയം ആന്റിയെ തോന്നുന്നു. ആന്റി വന്നപ്പോൾ മുതൽ എന്തൊക്കെയോ വശപ്പിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കൂളായിട്ടാണ് എല്ലാ കാര്യങ്ങളും നേരിടുന്നത്. അപ്പോൾ ആ ഒരു കില്ലർ അത് ആന്റി തന്നെയാണോ? നമ്മളെല്ലാം കൊല ചെയ്യുവാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ ആന്റിയാണോ എന്നുള്ള സംശയമൊക്കെ ആ ഒരു പെൺകുട്ടി സ്വാമിയോട് പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു സ്വാമി നുരയും പതയും വന്ന് താഴേക്ക് വീഴുന്നത്. സ്വാമിയും മരണപ്പെട്ടിരുന്നു. എന്നാൽ എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ്. അകത്തേക്ക് കിടന്ന എല്ലാവരും കൊലയാളി ആരായിരിക്കുമെന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്നു. മാത്രമല്ല കൊലയാളിയെ കണ്ട രണ്ടുപേരും മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെ കൊലയാളിയെ കണ്ടെത്തുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ആന്റി പറയുന്നത്, നമുക്ക് ഓജോ ബോർഡ് കളിക്കാം. ഇതുവരെയും മരണപ്പെട്ടവരുടെ ആത്മാവിനേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഓജോ ബോർഡ് വഴി ചോദിക്കാം കൊലയാളി ആരെന്നൊക്കെ ആന്റി പറയുമ്പോൾ അതാർക്കും അത്ര ഇഷ്ടമാകുന്നതേയില്ല. ആന്റി ഓജോ ബോർഡ് എടുത്ത് വെച്ച് പ്രേതത്തെ വിളിച്ചു വരുത്തുവാനായും തുടങ്ങുന്നു. ആന്റി ആദ്യമായിട്ട് വിളിച്ചു വരുത്താൻ പോകുന്നത് മരിച്ചുപോയ സ്വാമിയില്ലേ, സ്വാമിയുടെ പ്രേതത്തെയാണ്. സ്വാമി ഫ്രഷ് ആയിട്ട് മരിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളിച്ചു വരുത്താമെന്നാണ് ആന്റി കരുതുന്നതും. എന്നാൽ ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അതത്ര ഇഷ്ടമായതേയില്ല. അദ്ദേഹത്തിന് ദേഷ്യം വരികയും കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പിയെടുത്ത് ആന്റിയുടെ തലക്കടിക്കുകയും ചെയ്തു. നിങ്ങളെയൊക്കെ സഹായിക്കാമെന്ന് വിചാരിച്ച എന്നോട് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്നാണ് ആന്റി ചോദിക്കുന്നതും. എന്നാൽ അതേസമയം ഹസ്ബൻഡും വൈഫുമില്ലേ, അവർക്ക് രണ്ടുപേർക്കും ടോയ്ലറ്റിൽ പോകണം. രണ്ടുപേരും മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. പോയിട്ട് ഒരുപാട് നേരമായിട്ടും രണ്ടുപേരും തിരികെ വന്നതേയില്ല. ആ ഒരു ഡോക്ടറിനാണെങ്കിൽ എന്തൊക്കെയോ സംശയം തോന്നും. ഡോക്ടർ അവർ പോയ വഴിയെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൂങ്ങി മരിച്ചു നിൽക്കുന്ന ഹസ്ബൻഡിനെയും വൈഫിനെയുമാണ്. അത് കണ്ടവർ വല്ലാതെ പേടിച്ചു പോകുന്നു. അതേസമയം അവർ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മ വരും. അവർ ചികിത്സ നിഷേധിച്ചത് കൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ കാര്യമൊക്കെയാണ് അവർ ആലോചിക്കുന്നത്. അവരുടെ ബഹളം കേട്ട് താഴെ നിന്നിരുന്ന ആ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ടുള്ള വേദയും പിന്നെ ആന്റിയും പോലീസ് ഉദ്യോഗസ്ഥനുമെല്ലാം മുകളിലേക്ക് കയറി വരും. അതേസമയം ഡോക്ടറാണെങ്കിൽ ഫിക്സ് വന്ന് തറയിലേക്ക് വീണിരുന്നു. ഡോക്ടറിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവരുടെ ബാഗിലുണ്ടോ എന്ന് നോക്കുന്ന സമയത്താണ് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കാണുന്നത്. അത് ഡോക്ടർ ചികിത്സ നിഷേധിച്ചത് കാരണം മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ ന്യൂസ് വന്ന പേപ്പറായിരുന്നു. ഇതെല്ലാം കാണുന്ന ആന്റി പറയുന്നത്, നമ്മൾ എല്ലാവരും ചെയ്ത പ്രവൃത്തി കാരണമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതെന്നും ആന്റി പറയുമ്പോൾ സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ടുള്ള വേദ താൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പറയുന്നു. വേദ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആകുന്നതിന് മുൻപ് തന്നെ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ ബാങ്കിൽ ക്യാഷ്യറായിട്ട് ജോയിൻ ചെയ്യാൻ എത്തിയതാണ് സെൽവി എന്ന പെൺകുട്ടി. രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആകുന്നു. എന്നാൽ അതേ സമയത്താണ് വേദയുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നതും എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞത്. 10 ലക്ഷം രൂപ വേണ്ടിവരും. വേദയുടെ കയ്യിൽ അത്രയും ക്യാഷ് എടുക്കുവാനായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വേദ തന്റെ കൂട്ടുകാരിയായ സെൽവിയോട് 10 ലക്ഷം രൂപ ഒന്നെടുത്ത് മാറ്റാൻ കഴിയുമോ, താൻ എത്രയും വേഗം തിരിച്ചു തരാമെന്നും വേദ പറഞ്ഞു. അതനുസരിച്ച് സെൽവി അവളെ വിശ്വസിച്ച് എത്രയും വേഗം കാശ് തിരികെ കൊണ്ടുവരണേ എന്ന് പറഞ്ഞിട്ടാണ് 10 ലക്ഷം രൂപ കൊടുത്തത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ബാങ്കിൽ ഇൻസ്പെക്ഷൻ നടക്കുകയുണ്ടായി. 10 ലക്ഷം രൂപ കുറവ് വന്നപ്പോഴോ ആ ഒരു പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് സെൽവിയാണെന്ന് എല്ലാവരും കരുതി. സെൽവിയുടെ മേൽ കുറ്റവും ചാർത്തുകയുണ്ടായി. നാണക്കേടും മാനക്കേടും സഹിക്കാനാകാതെ സെൽവി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അതാണ് വേദ കാരണം സെൽവി മരിക്കുവാനായിട്ടുണ്ടായ കാരണം. ആന്റിയാണെങ്കിലോ താൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പറയുന്നു. ആന്റിക്ക് സണ്ണി എന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ ആന്റിയുടെ ഗേൾഫ്രണ്ടുമായിട്ട് സണ്ണി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് ആന്റി കണ്ടു. അതവന് താങ്ങാൻ കഴിഞ്ഞില്ല. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് തന്നെ അവനെ ചതിച്ചതിൽ മനംനൊന്ത് അവനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തി. രാഷ്ട്രീയക്കാരന്റെ മകനായതുകൊണ്ട് തന്നെ ആ കേസിൽ നിന്നും ആന്റി എളുപ്പത്തിൽ ഊരുകയും ചെയ്തു.
അതേസമയം പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ദിവസം സ്റ്റേഷനിലിരുന്ന് മദ്യപിച്ചു കൊണ്ടിരിക്കവേ അവിടേക്ക് സാഗർ എന്നൊരു PG സ്റ്റുഡന്റ് വരികയുണ്ടായി. സാഗർ ആണെങ്കിലോ തന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരു മൈനിങ് കമ്പനിക്ക് എതിരായിട്ടുള്ള തെളിവുകളായിരുന്നു. പുഴയിൽ നിന്നും അനധികൃതമായിട്ട് മണ്ണെടുക്കുന്നു, അതിനെല്ലാം സപ്പോർട്ട് നടത്തുന്നത് ആ ഒരു കമ്പനിയാണ്. മാത്രവുമല്ല മിനിസ്റ്ററിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ആ ഒരു കമ്പനി അനധികൃതമായി മണലെടുക്കുന്നതും. മണൽ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥനും. സാഗർ എല്ലാ തെളിവുകളുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് വന്ന വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ മിനിസ്റ്ററിനെ അറിയിക്കുന്നു. 10 ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച മിനിസ്റ്റർ എന്ത് ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സാഗറിനെ സെല്ലിട്ട് അടിച്ചു കൊല്ലുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. എന്നിട്ട് അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് കാരണം ആക്സിഡന്റായി മരണപ്പെട്ടു എന്ന് വരുത്തി തീർത്തു. ഇതാണ് യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റ്. താൻ ചെയ്ത തെറ്റോർത്ത് ദേ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ കരയുകയാണ്. അതേസമയം അവിടെയുണ്ടായിരുന്ന മെഴുകുതിരികളെല്ലാം അണയുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലാകുന്നതേയില്ല. മാത്രവുമല്ല അവിടെയുണ്ടായിരുന്ന വേദയും കാണുന്നില്ല, ഡോക്ടറിനെയും കാണുന്നില്ല. അതേസമയം തന്നെയായിരുന്നു വീണ്ടും അവിടെ വെട്ടം തെളിയുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്ന കാഴ്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ മുന്നിലായിട്ട് ചിലങ്കയും കെട്ടി നൃത്തം ചെയ്യുന്ന ആണ്ടിയാണ്. ആണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലാകുന്നില്ല. അതേസമയം തന്നെയായിരുന്നു അവിടേക്ക് എല്ലാവരും വരുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ദേ ഇപ്പോൾ കാണാതായ വേദ, മരണവിപ്രാളത്തിൽ കിടന്ന ഡോക്ടർ, നേരത്തെ മരിച്ചുപോയി എന്ന് വിധി എഴുതപ്പെട്ട ആ ഒരു ഫോട്ടോഗ്രാഫർ, സ്വാമി, എല്ലാവരുമുണ്ട്. മരണപ്പെട്ടു പോയ ഭാര്യ, ഭർത്താവ്, അവരെല്ലാവരുമുണ്ട്. സത്യത്തിൽ അവരാരും മരണപ്പെട്ടിട്ടില്ലായിരുന്നു. ഇതെല്ലാം ഒരു ഡ്രാമയാണ്. പോലീസ് ഉദ്യോഗസ്ഥന് അടുത്തേക്ക് ആ ഒരു ഡോക്ടർ വരുന്നു. ഡോക്ടർ എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലുകയും എന്തിനാടാ നീ എൻ്റെ മകനെ കൊന്നതെന്ന് ചോദിക്കുന്നു. സത്യത്തിൽ ഡോക്ടറിന്റെ മകനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ സെല്ലിട്ട് അടിച്ചു കൊന്ന സാഗർ. സാഗറിന്റെ ബന്ധുക്കളാണ് ആണ്ടിയും അവിടെ നിൽക്കുന്ന എല്ലാവരും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ ഡോക്ടറിന്റെ പേര് ഭാരതി. സത്യത്തിൽ അവർ ഡോക്ടറൊന്നുമല്ല, ഭാരതിയുടെ മകനാണ് സാഗർ. സാഗറിന്റെ ഭർത്താവിന്റെ സഹോദരനാണ് ആ ഒരു പ്രൊഡ്യൂസറായിട്ട് വന്ന ആളില്ലേ, അയാൾക്ക് 2 മക്കളുണ്ട്. 2 മക്കൾ, ഒരാളാണ് നമ്മുടെ സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ടുള്ള വേദയും, ഹസ്ബൻഡ് ആൻഡ് വൈഫില് ആ ഒരു ഹസ്ബൻഡ് ഇല്ലേ അതും. അവർ 2 പേരും സഹോദരങ്ങളാണ്. വേദയുടെ സഹോദരനായിട്ടുള്ള രമണയുടെ ഭാര്യയാണ് കീർത്തി. അവർ 2 പേരുമാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വന്നത്. ഭാരതിക്കൊരു സഹോദരനുണ്ട്. ഭാരതിയുടെ സഹോദരനാണ് സ്വാമിയായിട്ട് വന്നത്. സ്വാമിക്ക് 2 മക്കളുണ്ട്. അതിലൊന്നാണ് ഇവന്റ് മാനേജറായിട്ട് വന്നതും പിന്നെ ഫോട്ടോഗ്രാഫറായിട്ട് വന്ന ആളും. അടുത്ത ദിവസം സാഗറിന്റെ കല്യാണമാണ്. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അതേ സമയമായിരുന്നു ഭാരതിക്ക് ഒരു കോൾ വരുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത്. ഭാരതിയുടെ മകനായിട്ടുള്ള സാഗർ ഒരു ആക്സിഡന്റായി മരണപ്പെട്ടു പോയി. ബോഡി ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് എത്തണമെന്നായിരുന്നു കോളിൽ പറഞ്ഞത്. തകർന്ന മനസ്സോടുകൂടി ഭാരതി ഹോസ്പിറ്റലിലേക്കും പോകുന്നു. തന്റെ മകനെ തിരിച്ചറിയുകയാണ് ഭാരതി. അതിനുശേഷം കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് സാഗറിന്റെ ഡെഡ് ബോഡിയും വീട്ടിലേക്ക് വരുന്നു. കല്യാണ വീടാകേണ്ടിരുന്ന വീട് ദേ ഇപ്പോൾ മരണ വീടായിരിക്കുകയാണ്. കുറച്ചു നേരം മുൻപ് ചിരിച്ച് സന്തോഷിച്ചു കൊണ്ടിരുന്ന ആളുകൾ എല്ലാവരും കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാഗറിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചുടുകാട്ടിലേക്ക് വന്നിട്ട് ചിതാഭസ്മം വാങ്ങുന്നതായിട്ട് കാണിച്ചില്ലേ, അത് യഥാർത്ഥത്തിൽ സാഗറിന്റെ കസിനായിട്ടുള്ള അശോകാണ്. ആ ഒരു ഇവന്റ് മാനേജറായിട്ട് വന്ന പയ്യൻ അതേ പയ്യൻ തന്നെയാണ്. അതേ സമയം തന്നെയായിരുന്നു ഭാരതി തന്റെ മനസ്സിലെ വേദന താങ്ങാനാകാതെ അടുത്തുള്ള അമ്പലത്തിലേക്ക് വന്ന് അവിടുത്തെ ശിവലിംഗത്തിൽ തലയിടിച്ച് കരയുന്നത്. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു. പിന്നീട് ഈ ഒരു മകന് വേണ്ടിയിട്ട് മാത്രമാണ് ഭാരതി ജീവിച്ചത്. ആ ഒരു മകനും ഇപ്പോൾ മരണപ്പെട്ടു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കരഞ്ഞ് തളർന്നിരിക്കുകയാണ് ഭാരതി. അതേ സമയം തന്നെയായിരുന്നു ഭാരതി തലയിടിച്ചത് കൊണ്ട് തന്നെ ഭാരതി ബോധം കെട്ടു വീഴും. എന്നാൽ ഇത് ആ ഒരു ക്ഷേത്രത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കാണുകയും അയാൾ ഓടി വന്ന് ഭാരതിയെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ഡ്രഗ് അഡിക്റ്റായി വന്ന ആണ്ടിയിലെ ആണ്ടി തന്നെയാണ്. ആണ്ടിയുടെ യഥാർത്ഥ പേര് വീരാജി എന്നാണ്. വീരാജി ഭാരതിയോട്, എന്താ പ്രശ്നം? ഞാൻ നാളെ വിശാഖപട്ടണം കളക്ടറായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും എന്നോട് തുറന്നു പറയുവാനായിട്ടും വീരാജി പറയുന്നു. ഭാരതി കുറച്ചു കാര്യങ്ങൾ വിരാജിയോട് പറയുന്നു. മകന്റെ മരണവാർത്ത അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഭാരതി കാണുന്നത് മകന്റെ ദേഹം മുഴുവൻ മുറിവുകളും ചതവുകളുമായി ഇരിക്കുന്നതാണ്. കൂടാതെ സാഗറിന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. മാത്രവുമല്ല സാഗറാണെങ്കിൽ മദ്യപിക്കത്തുമില്ല. അങ്ങനെയുള്ള സാഗർ എങ്ങനെ വണ്ടി ഓടിച്ച് ആക്സിഡന്റായി മരണപ്പെട്ടു, അതും മദ്യപിച്ചു എന്നല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയുണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം കോൺസ്റ്റബിൾ തുറന്നു പറയുന്നു. ആ ഒരു പോലീസ് ഇൻസ്പെക്ടറായ
പ്രഭാകറാണ് സാഗറിനെ ജയിലിൽ വെച്ച് അടിച്ചു കൊന്നതെന്നും അതിന് പിന്നിലെ കാരണമെന്തെന്നും ആ ഒരു കോൺസ്റ്റബിൾ തുറന്നു പറയും. അതേ സമയമായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രഭാകറുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ഭാരതി കേൾക്കുന്നത്. ഡെഡ് ബോഡിയുടെ ദേഹം മുഴുവൻ അടികൊണ്ട പാടുകളും ചതവുകളും ഒക്കെയാണ്. മാത്രമല്ല മദ്യപിച്ചിട്ടുമില്ല. അങ്ങനെയുള്ളൊരു ഡെഡ് ബോഡി പരിശോധിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് മദ്യപിച്ച് ആക്സിഡന്റ് ആയതെന്ന് എഴുതി ചേർക്കുന്നത്? ഇനി ഇങ്ങനെയുള്ള കേസ് കൊണ്ടുവരരുത്, ഇത് ലാസ്റ്റ് ആണ്. ഈ ഒരു ടൈം മാത്രമേ ഞാനിത് ചെയ്യൂ എന്നുള്ള കാര്യവും ഡോക്ടർ പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന ഭാരതി ഞെട്ടിപ്പോവുകയാണ്. പ്രഭാകറിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും നല്ല പിടിപാടുണ്ടെന്നുമുള്ള കാര്യം കോൺസ്റ്റബിൾ വഴി ഭാരതി അറിയുന്നു. അതോടുകൂടി ഭാരതി തകർന്നു പോവുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം വിരാജിയോട് ഭാരതി തുറന്നു പറയും. അപ്പോഴാണ് വിരാജി തന്റെ കഥ പറയുവാനായും ആരംഭിച്ചത്. വിരാജിയുടെ അച്ഛനാണെങ്കിലോ അമ്പലത്തിൽ ഡാൻസ് ചെയ്യുന്ന ആളാണ്. നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. അച്ഛൻ മരിച്ചതിൽ പിന്നെ വിരാജി അമ്മ ഡാൻസ് പഠിപ്പിച്ചു. എന്നിട്ട് എല്ലാ വർഷവും ശിവന്റെ അമ്പലത്തിൽ കൊണ്ടുവന്ന് അമ്മ അവന് ഡാൻസ് കളിപ്പിക്കും. എന്നാൽ 2 വർഷം മുൻപ് അമ്മ ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയി. അന്നു മുതൽ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ വർഷവും താൻ ശിവൻ നടയിൽ വന്നിട്ട് ഡാൻസ് കളിക്കാറുള്ളത് പതിവാണ്. അതാണ് താൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അമ്മയെ ഇവിടെ വെച്ച് കണ്ടത്. എൻ്റെ അമ്മയാണ് എനിക്ക് അമ്മയെ കണ്ടപ്പോൾ ഓർമ്മ വന്നതെന്നും വിരാജി പറയുന്നു. ഈ ഒരു പ്രശ്നം എന്തായാലും ഞാൻ നോക്കിക്കൊള്ളാം. അമ്മയുടെ ഈ ഒരു വിഷമത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തി തരും. അമ്മയുടെ മകന്റെ മരണത്തിന് കാരണമായവരെയൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്നും വിരാജി അമ്മയ്ക്ക് വാക്കു കൊടുക്കും. അടുത്ത ദിവസം ഭാരതി വിരാജിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. സാഗറിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള കുടുംബാംഗങ്ങളെയൊക്കെ അറിയിക്കുകയാണ്. എന്നിട്ടവർ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ കോടതിയിൽ ഹാജരാക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് വേണം. പക്ഷേ അത് നമ്മുടെ കൈവശമില്ല. അതുകൊണ്ട് അയാളെ കൊണ്ട് തന്നെ അയാൾ ചെയ്ത തെറ്റെല്ലാം സമ്മതിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്നും വിരാജി പറയുന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതാണ് ഒരു പ്രോഗ്രാം നടത്തുക. ആ പ്രോഗ്രാമിലേക്ക് പല പല പേരിലായിട്ട് ഓരോരുത്തരായി എത്തുക. എന്നിട്ട് അവർ ഓരോ തെറ്റ് ചെയ്തതായിട്ട് അവതരിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പ്ലാൻ ചെയ്തതാണ്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്നു. ആണ്ടി എന്ന പേരിൽ വിരാജ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് അവിടേക്ക് എത്തുകയും ചെയ്തു. ഇതെല്ലാം അവർ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ദേ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രഭാകറാണെങ്കിൽ താൻ ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റുപറയുകയാണ്. അതെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്തു. അവർ പ്ലാൻ ചെയ്തതെല്ലാം കൃത്യമായിട്ട് നടന്നു. ചിലങ്കയും അഴിച്ചുവെച്ച് തന്റെ ആ ഒരു ആണ്ടി എന്നൊരാളിന്റെ ആ ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ വേഷമെല്ലാം ഊരിവെച്ചതിന് ശേഷം വിരാജ് നേരെ ചെന്ന് വാതിൽ തുറക്കും. അപ്പോൾ ദേ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നിൽക്കുന്നുണ്ട്. എല്ലാവരും അകത്തേക്ക് വന്നതിന് ശേഷം പ്രഭാകരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. കോടതിയിൽ പ്രഭാകരനെ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ എവിഡൻസ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഫുട്ടേജും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയാണ്. പ്രഭാകർ കുപ്പികൊണ്ട് വിരാജിയുടെ തലയ്ക്ക് അടിച്ചതുകൊണ്ട് തന്നെ തലപൊട്ടി ഒരുപാട് രക്തവും വരുന്നുണ്ട്. വിരാജിയെ നോക്കി ഭാരതി തൊഴുവുകയാണ്. ഭാരതിക്ക് നീതി കിട്ടി. അതേ സമയം തന്നെയായിരുന്നു അകത്തേക്ക് വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വിരാജിയെ നോക്കി സല്യൂട്ട് ചെയ്യും. വിരാജിയാണല്ലോ വിശാഖപട്ടണത്തിലെ അടുത്ത കളക്ടർ ആകുവാനായി പോകുന്നത്. മാത്രവുമല്ല മണൽ മാഫിയക്കെതിരായിട്ട് സാഗർ കളക്ട് ചെയ്തു വെച്ചിരുന്ന എല്ലാ എവിഡൻസും തന്റെ PA ഏൽപ്പിച്ചതിന് ശേഷം തന്റെ ടേബിളിൽ കൊണ്ടുവയ്ക്കണം. ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം എടുക്കാൻ പോകുന്ന കേസ് ഇതാണെന്നും വിരാജി പറയുന്നു. അങ്ങനെ ഈ ഒരു സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.